ഇതിലിപ്പോ ഡിസ്കും ടയറും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാ പോവാ. ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ എക്സോട്ടിക് വിന്റേജ് വണ്ടികൾ, പഴയ ബെൻസ്, BMW, അങ്ങനെ കുറെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ടല്ലോ. ഈ ഇവിടുന്ന് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനെ അറിയിക്കും, അവിടെ ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുകയും ചെയ്തോളൂ. ഡോർ ഡെലിവറി ചെയ്യുന്ന കാരണം കസ്റ്റമറിന് വേറെ ആരെയും അറേഞ്ച് ചെയ്യേണ്ടതോ, കസ്റ്റമർ അവിടെ ഈവൻ അവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ ഇറക്കി വെച്ച് കൊടുക്കും. നിങ്ങളുടെ വണ്ടി എങ്ങനെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാം, അതാണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. നിലവിൽ നമ്മളുടെ വണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ഉള്ള നമ്മുടെ ഡിഫിക്കൽട്ടീസ് നമുക്കറിയാം. ബാക്ക് പെയിൻ പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും നമുക്ക് വരും. ഇപ്പോൾ നമ്മൾ നിലവിൽ ചൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റെയിൽവേ പോലെയുള്ള സർക്കാർ സംവിധാനങ്ങളിലാണ്. പക്ഷേ അതിലും ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാറുണ്ട്. അതിനുള്ള സാക്ഷികളാണ് ഞങ്ങളും വീഡിയോ സംബന്ധമായി ഞങ്ങളുടെ സ്കൂട്ടർ, 2 വീലർ പല സ്ഥലത്തേക്കും കയറ്റി വിടാറുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ കയറ്റി വിടുന്ന കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കൂടാതെ റിസീവിങ് എൻഡിൽ നമ്മൾ വണ്ടി റിസീവ് ചെയ്യാൻ നേരത്ത് വണ്ടിയിൽ പെയിൻറ്റ് കട്ടാവുക, സ്ക്രാച്ച് ആവുക, ഡാമേജ് വരിക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ സംഭവിക്കാറുണ്ട്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ട്രെയിൻ 3, 4, 5 മിനിറ്റാണ് സ്റ്റേഷനിൽ കിടക്കുന്നത്. അതിനുള്ളിൽ സാധനം ഇറക്കുക എന്ന് പറയുന്നത് അവർ കുറച്ച് അർജൻസി കാണിക്കും, തിരക്കിടും. അപ്പോൾ ആ സമയത്ത് വണ്ടിക്ക് ഡാമേജസ് വരും. അപ്പോൾ അതല്ലാതെ നമുക്ക് എങ്ങനെ സേഫായിട്ട് വണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാം, അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കൊച്ചി പാക്കേജ് ആൻഡ് മൂവേഴ്സ്. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ HMT കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചി പാക്കേജ് ആൻഡ് മൂവേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ വണ്ടി വളരെ സേഫായിട്ട് സെക്യൂർഡായിട്ട് നിങ്ങൾക്ക് എത്തിക്കേണ്ട ഡെസ്റ്റിനേഷനിൽ എത്തിക്കും എന്നുള്ളത് കൂടാതെ ഒരുപാട് സർവീസുകളുണ്ട് ഇവർക്ക്. അതായത് നമ്മൾ വീട് മാറുമ്പോൾ, വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ വളരെ സേഫായിട്ട് ഷിഫ്റ്റ് ചെയ്ത് തരിക. അതുകൂടാതെ വീട് പണി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിനകത്തുള്ള ഹോം അപ്ലയൻസസ്, ഫർണിച്ചർ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ സേഫായിട്ട് നിങ്ങൾ എവിടെ വയ്ക്കും. നമ്മൾ നിലവിൽ പുറത്ത് ചായപ്പൊക്കെ ഉള്ളവർ അവിടേക്കൊക്കെ കൂട്ടിയിടാറാണ് പതിവ്. വളരെ സേഫായിട്ട് നമുക്ക് എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സർവീസുകൾ ഞങ്ങൾക്കും അറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇസ്മി അരുൺ. നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ പാക്കേജ് ആൻഡ് മൂവേഴ്സിലെ പാർട്ട്നേഴ്സിൽ ഒരാളായ അവസ്ഥയിലേക്കാണ്. വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു. നമുക്ക് വണ്ടി പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് അല്ലെ, സേഫ് ആയിട്ട് പാക്ക് ചെയ്ത്. ഇതിപ്പോ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി വന്ന വണ്ടി ഇത് എങ്ങോട്ട് പോകാനുള്ള വണ്ടിയാണ്? ഇത് നിലവിൽ ബാംഗ്ലൂർക്ക് പോകാനുള്ള ബൈക്കാണ്. ബാംഗ്ലൂർക്ക് പോകാനുള്ള ബൈക്കാണ്. ഒരു അവഞ്ചർ ആണല്ലേ? അതെ, അവഞ്ചർ ആണ് ഇത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കംപ്ലീറ്റ് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ റെയിൽവേയിലൊക്കെ വണ്ടി അയക്കാൻ നേരത്ത് പെയിന്റ് ഡാമേജ് വരും, സ്ക്രാച്ചസ് വരും, അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രജൈലായിട്ടുള്ള ഭാഗങ്ങൾ, പെയിന്റ് വരുന്ന ഭാഗങ്ങൾ എല്ലാം പാക്ക് ചെയ്തിരിക്കുകയാണ്. ബബിൾ പാക്കേജ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ മറ്റേ കാർഡ്ബോർഡ് വെച്ച് മറച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഡാമേജ് ആവാതെ എത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇതിപ്പോ ഇന്ന് കയറിപ്പോയുള്ള വണ്ടിയാണ്. ഇന്ന് കയറിപ്പോകേണ്ട വണ്ടിയാണ്. ഇതിലിപ്പോ ഡിസ്കും ടയറും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാ പോവാ. ഇതിലിപ്പോ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിലിപ്പോ ആ 2 ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാം ഫുള്ളി പാക്ഡ്. 3 ലെയർ പാക്കിംഗ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം ബബിൾ റാപ്പ് ചെയ്ത് അതിന്റെ മേളിൽ കൊറിഗേറ്റഡ് ഷീറ്റ് വെച്ച് പാക്ക് ചെയ്ത് പ്ലാസ്റ്റിക് റാപ്പിംഗ് ചെയ്തിട്ടാ ഈ വണ്ടി നിലവിലിരിക്കുന്നത്. ഇതിന്റെ മേളിൽ ഇപ്പൊ എന്തെങ്കിലും വച്ചാൽ പോലും ഇതിന് ഒരു ഡാമേജോ കേസോ ഇല്ലാതെയാണ് നമ്മൾ എത്തുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും ഡാമേജ് ആക്കണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല. വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും അല്ലെ? ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കും. നമ്മളിപ്പോ നമ്മളിപ്പോ റെയിൽവേയിൽ അയക്കുമ്പോ ഇതില് ആകെ ഒരു ചാക്ക് വെച്ചിട്ടുള്ള ഒരു പാക്കിംഗ് ചെയ്ത് നമുക്ക് അവിടെ ഇറക്കി വെക്കുന്ന സംവിധാനം മാത്രമേ ഉള്ളൂ. അയക്കാറുണ്ട്. പിന്നെ റെയിൽവേയിൽ അയക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേ വരുള്ളൂ. പിന്നെ അവിടുന്ന് നമ്മൾ എങ്ങനെ നമ്മുടെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്, ടാസ്ക്കാണ്. ഇതെന്ന് പറയുമ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ എത്തിക്കും, ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇത് എത്ര ദിവസം കൊണ്ട് എത്തും വണ്ടി? നമ്മള് ബാംഗ്ലൂരിലെല്ലാം നമ്മൾ യൂഷ്വലി ഒരു 1 വീക്കാണ് നമ്മൾ ഡെലിവറി ടൈം പറയുന്നത്. നമുക്ക് ഇവിടുന്ന് ട്രാൻസിറ്റ് ടൈം ഒരു 12 hours ഉള്ളൂ. പക്ഷെ എന്നാൽ നമ്മൾ വേറെ ലോഡായിട്ട് ക്ലബ് ചെയ്ത് മാക്സിമം 1 വീക്കിനകത്ത് ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഒരു വണ്ടി മാത്രമായിട്ട് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വണ്ടി നിറച്ച് ലോഡാവുന്ന സമയത്ത് കയറ്റി വിടുന്നുള്ളൂ. മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതെ, ബാംഗ്ലൂരിലെല്ലാം 1 വീക്കിനകത്ത്, നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ 1 വീക്കിനകത്ത് നമുക്ക് യൂഷ്വലി ഡെലിവറി കിട്ടും. ബാക്കി ഹൈദരാബാദ് അങ്ങോട്ട് മേളിലേക്ക് അതിനനുസരിച്ചുള്ള ട്രാൻസിറ്റ് ടൈം എടുക്കും. ഒരു 10 days 12 days അടുത്ത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ കൊച്ചി പാക്കേജ് ആൻഡ് മൂവേഴ്സിന്റെ സർവീസുകളിൽ ഒരു അംശം മാത്രമാണ് ഇത്. വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാം. ഇതിനിപ്പോൾ കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രൊസീജിയർ എന്താ? വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓഫീസിൽ നമുക്ക് വണ്ടി ഏൽപ്പിക്കാം. ഇവിടെ നമുക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട്. നമുക്ക് വണ്ടിയുടെ RC കോപ്പി, വണ്ടിയുടെ ഇൻഷുറൻസിന്റെ കോപ്പി, കസ്റ്റമറിന്റെ ഒരു ID പ്രൂഫ്, ഈ 3 ഡോക്യുമെന്റ്സ് നമ്മൾ ഏൽപ്പിച്ച് നമ്മുടെ ഇവിടെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് പോകാം ധൈര്യമായിട്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന്
ഇവിടുന്ന് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനെ അറിയിക്കും, അവിടെ ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുകയും ചെയ്തോളും. ആ സമയത്തൊക്കെ കസ്റ്റമറിന് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ കസ്റ്റമറിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഡോർ ഡെലിവറി ചെയ്യുന്ന കാരണം കസ്റ്റമറിന് വേറെ ആരെയും അറേഞ്ച് ചെയ്യേണ്ടതോ, കസ്റ്റമർ അവിടെ ഇല്ലെങ്കിൽ പോലും അവിടെ ഇറക്കി വെച്ച് കൊടുക്കും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് അയക്കുന്ന കസ്റ്റമേഴ്സ് മിക്കവാറും ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും. വേണമെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ അവർ പറയുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ കെയർ ടേക്കർ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇതിന്റെ ഇന്ധനം മാറ്റണം അങ്ങനെയുള്ള ഓപ്ഷൻ? നമുക്ക് മിനിമം ഫ്യൂവലേ ഇതിൽ ആവശ്യമുള്ളൂ. നമ്മളിവിടെ 1 കിലോമീറ്റർ പോലും നമ്മൾ ഓടിക്കുന്നില്ല. നമ്മളിവിടെ വെയർഹൗസിൽ കൊണ്ടുവന്നാൽ അതാണ് നമ്മൾ ഇവിടെ കസ്റ്റമേഴ്സിന് ഇവിടെ കൊണ്ടുവരാൻ പറയാൻ കാരണം. പെട്രോൾ കുറ്റണം എന്നുള്ള പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വളരെ മിനിമം ഫ്യൂവലേ വണ്ടിയിൽ പാടുള്ളൂ. അത് സേഫ്റ്റി ആസ്പെക്റ്റിൽ വണ്ടിയിൽ അത്രയും മിനിമം ഫ്യൂവലേ പാടുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാം ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടി, അതുകൊണ്ട് പിന്നീട് ഊറ്റാനുള്ള സാഹചര്യം ഇല്ല അതില്. അപ്പോ മാക്സിമം ഫ്യൂവല് തീർത്തിട്ട് കൊണ്ടുവരാം. വളരെ മിനിമം ഫ്യൂവൽ അത് പാടുള്ളൂ. ട്രെയിനിലൊക്കെ കയറ്റി വിടുമ്പോൾ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ട് വേണം അയക്കാനായിട്ട്. അതെ അതെ അതെ, വണ്ടിക്ക് കുറച്ച് ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെ അതെ, ഇപ്പോഴത്തെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടി ആയതാണ് അങ്ങനത്തെ ആ ഒരു പ്രശ്നം ഉണ്ട് എല്ലാ വണ്ടിക്കും. അതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ആണ്. ഓക്കെ. അത് കൂടാതെ നിങ്ങളിപ്പോ വണ്ടി എവിടെയെങ്കിലും വീട്ടിൽ വെച്ചിട്ട് പഠിക്കാൻ പോവുകയോ ഗൾഫിലേക്ക് ദുബായിലേക്ക് ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റോർ ചെയ്യും അല്ലേ? വണ്ടി മാത്രമല്ല, നമ്മൾ വണ്ടിയും അവരുടെ വീട്ടു സാധനങ്ങൾ വരെ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് മൂവ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആവശ്യത്തിനോ അങ്ങനെയൊക്കെ ആയിട്ട് മൂവ് ചെയ്യുന്നവര് വീട് പൂട്ടിയിട്ടിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ. അതെ അതെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം എല്ലായിടത്തും നല്ല റെന്റും കാര്യങ്ങളും ആണല്ലോ. ഇപ്പൊ ഒരു മാസം പൂട്ടിയിടുമ്പോൾ ഏകദേശം 10,000, 30,000 രൂപ അറ്റ്ലീസ്റ്റ് നമ്മൾ റെന്റ് കൊടുക്കേണ്ടി വരും. ആ സാധനങ്ങൾ നമ്മൾ വൺ ടൈം ഇതെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ വെയർ ഹൗസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇവിടെ നമ്മുടെ ഇവിടെ ഗാർഡഡ് ഫെസിലിറ്റി ആണ്, ക്യാമറയും സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ സൂക്ഷിക്കും. നമുക്ക് ഒരു 3 BHK ഹൗസിന് ഏകദേശം ഒരു 5,000-6,000 രൂപയൊക്കെ നമുക്ക് വെയർ ഹൗസ് റെന്റ് ആയിട്ട് നമുക്ക് ഡെമറേജ് ആയിട്ട് വരുന്നുള്ളൂ പെർ മന്ത്. കസ്റ്റമറിന് അത്രയും വലിയൊരു കോസ്റ്റ് അതിൽ സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എന്താ പറയാ, നിങ്ങൾ വീട് പൂട്ടിയിട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാലോ. പൊടി പിടിക്കും, തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കും വീട് കിടക്കുന്ന സാധനങ്ങൾ കിടക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവരെ പോലുള്ളവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരത് സേഫ് ആയിട്ട് പാക്ക് ചെയ്താണ് വെക്കുന്നത് അല്ലെ? എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ നമുക്ക് സാധനങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് ഇതുപോലെ തന്നെ ബബിൾ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ പൊട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അതേ രീതിയിൽ എല്ലാത്തിനും സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് സാധനങ്ങൾക്കൊന്നും ഡാമേജ് വരാനുള്ള സാധ്യതകളൊന്നുമില്ല. പിന്നെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ക്യാമറകൾ അങ്ങനെയുള്ള എല്ലാ സെക്യൂരിറ്റിയുടെ ഇടയിലാണ് ഇത് വെക്കുന്നത്. നമ്മൾ മാക്സിമം 4-4.5 വർഷം വരെ സൂക്ഷിച്ച ഒരു കസ്റ്റമറിന്റെ സാധനം വരെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കസ്റ്റമറിന്റെ സാധനങ്ങൾ ഡെലിവറി ചെയ്തതിന് ശേഷം അവരുടെ തന്നെ പിന്നീട് ഒരു ലോഡ് ഇപ്പൊ നമ്മുടെ അടുത്ത വെയർ ഹൗസിൽ ഇരിക്കുന്നുണ്ട്. ഡെലിവറി ചെയ്തതിനു ശേഷം അവർ പിന്നീടും പോയപ്പോ ഒരു പകുതിയോളം സാധനങ്ങൾ പിന്നെ തിരിച്ച് അവർ വെയർ ഹൗസിൽ തന്നിട്ടുണ്ട്. 4 വർഷം നമ്മൾ സൂക്ഷിച്ചിട്ടും നമുക്ക് അതിനകത്ത് ഒരു ഡാമേജും ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവർ പിന്നീട് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോ അത്രയും സേഫ് ആയിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഡാമേജ് ഒന്നും വരാനില്ല. ഇതിന്റെ നമ്മൾ റേറ്റ് പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ ഈ ഒരു വണ്ടി പാക്ക് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് അയക്കാൻ കോസ്റ്റ്? ഇപ്പൊ നമ്മൾ ബാംഗ്ലൂരിൽ അയക്കുന്നത് 6,500 rupees ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അത് ഇൻക്ലൂഡിംഗ് പാക്കിംഗ് ചാർജ് ആണ്. അവിടെ നമ്മൾ ഡോർ ഡെലിവറി ചെയ്ത് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ സർവീസ് മെയിൻലി ഡോർ ടു ഡോർ സർവീസ് ആണ്. ഡോർ ഡെലിവറി ആണ് നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എവിടെയും പോയി വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുത്തതിന് ശേഷം പെട്രോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല, തള്ളി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഒരു ഇതുമില്ല. അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ കസ്റ്റമർ ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്, കാരണം നമ്മൾ അത്രയും പാക്ക് ചെയ്ത് അയക്കുന്നതുകൊണ്ട്. ഇവിടെ നിന്നപ്പോ പറഞ്ഞായിരുന്നു ഇത് അഴിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ്, കാരണം അത്രയും വൃത്തിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഈ ചാർജ് മാറും. അതെ 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 അതെ. ഇപ്പൊ ഹൈദരാബാദ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 10,000 rupees ചാർജ് വരും. ഡൽഹി ഒക്കെ ആണെങ്കിലും ഏകദേശം 10,000 rupees നമുക്ക് എത്തിക്കാൻ പറ്റും. അതർ സ്റ്റേറ്റ് കേരളത്തിനകത്തേക്ക് മൂവ് ചെയ്യാൻ വരാറുണ്ടോ? കേരളത്തിനകത്ത് മൂവ് ചെയ്യാൻ വരാറുണ്ട്. ഇപ്പൊ കൊച്ചിന്ന് ട്രിവാൻഡ്രം, കൊച്ചിന്ന് കൊല്ലം, ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ അങ്ങനെയായിട്ട് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് മൂവിങ് വരാറുണ്ട്. ജോലിയായിട്ടും ട്രാൻസ്ഫർ ആയിട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് നമുക്ക് അങ്ങനെ എൻക്വയറി വരാറുണ്ട്. പിന്നെ അതിനനുസരിച്ച് ചാർജ് മാറും. ബൈക്ക് മാത്രമല്ല കാറും ഷിഫ്റ്റ് ചെയ്യും. കാർ ഷിഫ്റ്റ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിലാണ്. കാർ ഷിഫ്റ്റ് ചെയ്യുന്നത് കാർ കാരിയേഴ്സിലാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോ കാർ ഒരു ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ ഷോറൂമിലേക്ക് വരുന്ന പോലെ നമ്മൾ അതേപോലെ കാരിയറിലാണ് നമ്മൾ ഇവിടുന്ന് കാർ കയറ്റി അയക്കുന്നത്. സേഫ് ആയിട്ടായിരിക്കും. പിന്നെ കാറ് പൊതുവെ കേരളത്തിനകത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാറില്ല. അതെ അതെ, ഓടിച്ചു പോവാ. ഇവിടെ കാർ ഇവിടെ അറ്റ്ലീസ്റ്റ് നമുക്ക് ബാംഗ്ലൂരിലേക്കും ഹൈദരാബാദ്, മുംബൈ, അങ്ങനെ പൂനെ, മുംബൈ, അങ്ങനെ അതർ സ്റ്റേറ്റിലേക്കാണ് കാർ മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു സർവീസ് എന്ന് പറയുന്നത് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലേ?
അതെ, നമ്മുടെ പ്രധാന സർവീസിൽ ഒന്നാണത്. വീട്, ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത്, കാര്യങ്ങള്, അത് കംപ്ലീറ്റ് സാധനങ്ങൾ കംപ്ലീറ്റ്. ഇപ്പൊ ഈവൻ നമുക്കിപ്പോ ഒരു ഫ്ലാറ്റിന്റെ ഫ്ലോർ ടു ഫ്ലോർ മൂവിങ് തൊട്ട് ഇന്ത്യയില് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത്ര സ്കെയിലിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെ, ഇപ്പോ അതാ ഞാൻ പറഞ്ഞത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റില് ഒരു ഫ്ലോർ ടു ഫ്ലോർ മൂവിങ് തൊട്ട് ടവർ ടു ടവർ മൂവിങ്, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ടു ഡിസ്ട്രിക്ട് മൂവിങ്, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മൂവിങ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് മാറാൻ നേരത്ത് ഇവരെയൊക്കെ വിളിച്ചാൽ അവർ വരുമോ എന്നുള്ള സംശയം, അതിനുള്ള ഇതാണ് അവർ പറഞ്ഞത്. തൊട്ടപ്പുറത്തേക്കാണെങ്കിൽ പോലും നിങ്ങൾ സർവീസ് അത്രേ ഉള്ളൂ. അതെ 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 അതെ. അപ്പോൾ പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഇടയിൽ പറയേണ്ടതായിരുന്നു, വീട് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഫ്ലഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലഡ് എഫക്റ്റ് ആവാൻ സാധ്യതയുള്ള വീടുകൾ പൊക്കുന്നുണ്ട്, ഹൈറ്റ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ജാക്കി വെച്ചിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലും വീട്ടിലുള്ള സാധനങ്ങൾ സേഫായിട്ട് വെക്കാറുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. നമ്മുടെ വെയർ ഹൗസ് ഇപ്പൊ നമുക്ക് ഇവിടെ കൊച്ചിയിലുള്ള ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് വെയർ ഹൗസ് ആണ് ഇത്. ഇത് നമ്മൾ ഫുൾ ആക്കാറില്ല. ബാക്കിയുള്ള നമ്മുടെ 3 സ്റ്റോറേജ് വെയർ ഹൗസും നിലവിൽ ഫുള്ളാണ്. നമുക്ക് വേറെ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇപ്പൊ ഇതിലിപ്പോ രണ്ടാമത്തെ വെയർ ഹൗസ് ഫുള്ള് ഒരു 3 കസ്റ്റമേഴ്സിന്റെ അവരുടെ സാധനങ്ങളെല്ലാം ഇപ്പോൾ ഈ വൈറ്റ് ലൈം അവിടെയൊക്കെയുള്ള ആൾക്കാർ അവരുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഇന്റീരിയർ വർക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ വീട് ലിഫ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ വെള്ളം കയറിയ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വീട് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവര് സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്ത് നമ്മുടെ വെയർ ഹൗസിലേക്ക് മൂവ് ചെയ്തിട്ട് അവര് വേറെ സ്ഥലത്ത് താമസിക്കുകയാണ്. പക്ഷെ സാധനങ്ങളെല്ലാം നമ്മുടെ കസ്റ്റഡിയിലാണ്. വീട് ഫുള്ള് മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അത് നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര വർഷമായി നമ്മളിപ്പോ ഒരു നമ്മൾ നിലവില് 8 വർഷമായി നമ്മൾ ഫീൽഡിലുണ്ട്. നമ്മൾ നിലവിൽ കൊച്ചിയിലെ ഏറ്റവും ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ റേറ്റിംഗ്സും റിവ്യൂസും എടുത്ത് നോക്കിയാൽ കൊച്ചിയിലെ ഏറ്റവും റേറ്റഡും റിവ്യൂഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മുടേത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഒരുപാട് പേര് ഇത് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറെ പേർക്ക് അറിയാത്തതായിട്ട്, ഇപ്പൊ എനിക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് ഇവരിൽ നിന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്യാന്ന് തീരുമാനിച്ചതും. അപ്പൊ സെലിബ്രിറ്റീസ് പറയുമ്പോൾ നമ്മൾ ആരുടെയൊക്കെ വീട്ടിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ? നമ്മളിപ്പോ റീസെന്റ് ഹർഷി അശോകൻ സാറിന്റെ വീട്ടിൽ ചെയ്തായിരുന്നു. അത് നമ്മളൊരു ന്യൂസിൽ കണ്ടിരുന്നു. ഹർഷി അശോകൻ ചേട്ടന്റെ വീട്ടിലെ ടൈല് പൊട്ടിയിട്ട് ആ വീട്ടിൽ നിന്ന് സാധനങ്ങൾ അദ്ദേഹം ഇപ്പൊ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കേസിന്റെ വിധി ഒന്നൊക്കെ കണ്ടായിരുന്നല്ലോ നിങ്ങൾ. അപ്പോൾ അത് ആ വീട് ഇപ്പൊ റിനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വേറൊരു ഫ്ലാറ്റിലേക്ക് സാധനങ്ങളെല്ലാം മൂവ് ചെയ്തു. അവിടുത്തെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ്ലി മാറ്റി നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ റിനോവേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അദ്ദേഹം വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് വച്ചത്. പിന്നെ ജയറാമേട്ടൻ, ആസിഫ് അലി, അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ സായികുമാരേട്ടൻ, ബിന്ദു പണിക്കർ ചേച്ചി, ഇത്രയും പേരൊക്കെ നമ്മള് ഇപ്പോ മീര ജാസ്മിൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഗൂഗിൾ സെർച്ച് വഴി ഇവര് കുറെ പേരൊക്കെ ഇപ്പോ ബിന്ദു പണിക്കർ മാഡം ഇവരെല്ലാവരും നമ്മള് ഗൂഗിൾ സെർച്ച് വഴി തന്നെ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുക ചെയ്തേക്കുന്നത്. പിന്നെ റെഫറൽ വഴി വന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോ നമ്മുടെ കുമ്പളിങ്ങി നൈറ്റ്സിന്റെ ഡയറക്ടർ മധു സി എൻ സാറിന്റെ ഒക്കെ റെഫറൻസിലാണ് ദിവ്യ പ്രഭ മാഡം ഒക്കെ നമ്മളെ വർക്ക് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ റെഫറൻസിൽ വരുന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ വർക്ക് റെഫറൻസിലാണ് വരുന്നത്, മൗത്ത് പബ്ലിസിറ്റി ആണ് വരുന്നത്. കാരണം സർവീസ്, ഇങ്ങനത്തെ സർവീസുകളുണ്ട്, ഇവര് റിലയബിൾ ആണ്. നമ്മള് ഇവര് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സേഫ് ആയിട്ട് മൂവ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും സ്വന്തം വായ കൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴാണ് അവർക്ക് വിശ്വാസം വരാം. അല്ലെങ്കിൽ ഇവര് മാറ്റി കഴിയുമ്പോൾ ഫുൾ സാധനങ്ങളും തല്ലിപ്പൊളിച്ച് കളയോ എങ്ങനെയാന്നൊക്കെ ആളുകൾക്ക് ഒരു സംശയമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് മൊത്തത്തിൽ അങ്ങനെ യൂസ്ഡ് ആവാത്ത ഒരു സർവീസ് ആണല്ലോ ഈ പാക്കേജ് ആൻഡ് മൂവേഴ്സും ഈ കാർ. ഒരുപാട് പേർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യാന്ന് വെച്ചത്. ഇപ്പോഴും വീട് പണിയുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഏറ്റവും വലിയ തലവേദന. ആ സാധനങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത്. കൂടുതലും ഏതെങ്കിലും പണി ചെയ്യാത്ത റൂമിലേക്ക് മാറ്റുക, പിന്നെ ആ റൂമിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പുറത്തെ റൂമിലേക്ക് മാറ്റുക, ഇതൊക്കെയാണ് സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും ചായപ്പിലേക്ക് മാറ്റുക. അപ്പൊ ഇതൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബൈക്ക് ഇപ്പൊ ഇത് ബാംഗ്ലൂരിലേക്ക് വിടുന്നതിന് 6,500 rupees ആണ് നമ്മൾ ബാംഗ്ലൂർക്ക് ചാർജ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഓരോ ഇപ്പൊ കൊച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യാനാണെങ്കിൽ ഏകദേശം ഒരു 3,500 രൂപ അടുത്തൊക്കെയാണ് ചാർജ് വരിക. നമ്മൾ ഇവിടുന്ന് കൊച്ചി ടു ബാംഗ്ലൂർ റേറ്റ് നമ്മളോട് പറഞ്ഞു. കൊച്ചി ടു ഹൈദരാബാദ് ആണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപ ചാർജ് വരും. അത് വണ്ടി അനുസരിച്ചും വണ്ടിയുടെ CC അനുസരിച്ചും റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പൊ കാറാണെങ്കിലോ നമുക്ക് കാറാണെങ്കിൽ ഇപ്പൊ ഒരു 10,000 rupees തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. കാറാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ പോലെ ഹാച്ച് ബാക്കും സെഡാനും അനുസരിച്ച് SUV അനുസരിച്ച് റേറ്റില് വ്യത്യാസങ്ങൾ വരും.
അത് കൊച്ചി ടു ബാംഗ്ലൂർ ഏകദേശം നമുക്ക് 10,000 റുപ്പീസ് ചാർജ് വരാം. കൊച്ചി ടു ഹൈദരാബാദ് നമുക്ക് ഏകദേശം ഒരു 14-15 ആ റേഞ്ചിൽ ചാർജ് വരും. അങ്ങനെ മുംബൈ ആണെങ്കിലും പൂനെ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും അങ്ങനെ ഡിപ്പെൻസ് ഓൺ ദൂരം, വണ്ടിയുടെ വലിപ്പം, CC ഇതെല്ലാം അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഹൈദരാബാദ് ബാംഗ്ലൂർ പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും സർവീസ്. നമുക്ക് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചാൾ മുന്നേ വരെ ഇപ്പോ ഡൽഹിയിൽ നിന്ന് വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ ആയിട്ട് ഭയങ്കര ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സ് ഡയറക്ട്ലി രജിസ്ട്രേഷൻ വണ്ടികള്, കുറെ എക്സോട്ടിക് വിന്റേജ് വണ്ടികള്, പഴയ ബെൻസ്, BMW അങ്ങനെ കുറെ ഇവിടെ ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ അവിടെ ഉണ്ടല്ലോ. ഈ സർവീസുകളൊക്കെ നിങ്ങൾ ചെയ്തിരുന്നു? അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് മാത്രമല്ല അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ട് സർവീസ്. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയുന്ന പോലെ ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കുന്ന വണ്ടി തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കാനും ഇവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും ഹൈദരാബാദിൽ നിന്നാണെങ്കിലും സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ അത് ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ ഷിഫ്റ്റിങ്ങിന്റെ, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റോർ ചെയ്യുന്നതിന്റെ ചാർജ് കൂടി ഒരു ബേസിക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ ഒന്ന് പറയാം. നമുക്കിപ്പോ ഒരു ബേസിക് ചാർജ് ആയിട്ട് നമുക്കിപ്പോ ഒരു 1 BHK മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4,500 തൊട്ട് നമുക്ക് ചാർജ്, ഷിഫ്റ്റിംഗ് വിത്ത് ലേബർ, ലോഡിംഗ്, അൺലോഡിംഗ് എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട്, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഇൻക്ലൂസീവ് ആയിട്ട് പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. പാക്കിങ്ങും കാര്യങ്ങളെല്ലാം അടക്കമുള്ള ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതും ഡിപ്പെൻസ് ഓൺ വണ്ടിയുടെ വലിപ്പം. അതെ. അതാ ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു 1 BHK സാധനങ്ങൾ, അതായത് ഒരു ബേസിക് ഒരു 1-2 പേര് താമസിക്കുന്ന സാധനങ്ങൾ, കോമ്പാക്ട് ഫ്ലാറ്റ് മൂവ് ചെയ്യാനായിട്ട് ഏകദേശം 4,500 തൊട്ട് നമുക്ക് ചാർജ് സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോ ഒരു 2 BHK 3 BHK ആവുമ്പോൾ ഏകദേശം ഒരു 6,500 to 8,500 അങ്ങനെ ഒരു റേഞ്ചിലായിട്ട്. ബേസിക്കലി നമ്മൾ എല്ലാവർക്കും ഒരു കോട്ടല്ല കൊടുക്കുന്നത്. കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്, കസ്റ്റമറിന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അനുസരിച്ചിട്ട് അവർക്ക് ഒരു കസ്റ്റം കൊട്ടേഷൻ ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. എല്ലാവരുടെയും കറക്റ്റ് ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് അവർക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ കസ്റ്റമർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ചിലർ പറയും ഇത്രയും വലിയ പാക്കിംഗ് ഒന്നും വേണ്ട എന്നൊക്കെ പറയും. അതെ അങ്ങനെ റിക്വയർമെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ റേറ്റ് മാറും. പിന്നെ ദൂരം, ഈ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ വണ്ടിയുടെ വലുപ്പം, ഇതിനെല്ലാം അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഫിക്സഡ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, ഏകദേശം റേറ്റ് ആണ്. നമുക്ക് ചെറിയ പിക്കപ്പ് വണ്ടി തൊട്ട് 24 അടി വണ്ടി വരെയുള്ള എല്ലാ സൈസ് ട്രക്കുകളും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒരു ബുദ്ധിമുട്ടല്ല. നമുക്ക് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് ട്രക്ക് വേണമെന്ന്, കസ്റ്റമറിന് അറിയില്ലായിരിക്കും ഏത് ട്രക്ക് വേണമെന്ന്. നമ്മൾ ആ ഡീറ്റെയിൽഡ് ലിസ്റ്റ് വാങ്ങിച്ചിട്ട് അതിനനുസരിച്ചാണ് ഏത് ട്രക്ക് വേണം, എത്ര ലേബർ വേണം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കൊട്ടേഷനും കൊടുക്കുന്നത്. മാത്രമല്ല ഇഷ്ടംപോലെ ലേബേഴ്സും ഉണ്ട്. അപ്പൊ അതൊന്നും ഒരു തലവേദനയുള്ള കാര്യം. അത് നമ്മുടെ കൂടെ ആദ്യം തൊട്ടേ നമ്മള് സ്റ്റാർട്ടിങ് തൊട്ടേ ഉള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ കൂടെ. അവരെല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവര് എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ, നമ്മുടെ റിവ്യൂസിലെല്ലാം നിങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. മിക്കവരും നമ്മുടെ സ്റ്റാഫിന്റെ പേരടക്കം മെൻഷൻ ചെയ്തിട്ടാണ് എല്ലാത്തിലും കമന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇവിടെ വന്ന് വെയർ ഹൗസ് നോക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെന്താ, നമ്മുടെ കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടാണ് നമ്മുടെ വെയർ ഹൗസ് വരുന്നത്. ഇവിടെ തന്നെ നമുക്കൊരു 3-4 ഫെസിലിറ്റി ഉണ്ട്. നമ്മളിവിടെ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ പീരിയോഡിക്കലി അതിന്റെ മെയിൻ്റെനൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെയർ ഹൗസ് എല്ലാം പ്രോപ്പർലി മാനേജ്ഡ് ആണ്. നമ്മൾ ഒരു 3 മാസം കൂടുമ്പോൾ സാധനങ്ങളെല്ലാം പ്രോപ്പർലി റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ല നമ്മൾ പ്രോപ്പർലി എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനുള്ള സ്റ്റാഫ് ഉണ്ട്. നമുക്ക് അതെല്ലാം പ്രോപ്പർ ആയിട്ട് ഫെസിലിറ്റി ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പെസ്റ്റ് കൺട്രോൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളിപ്പോ ഇത് കോമൺ ഫെസിലിറ്റിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് കൂടാതെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കീപ്പ് ചെയ്യണം, അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പേസ് വേണം എന്ന് ഉള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അതായത് മറ്റുള്ള ഇതിന്റെ കൂടെ ഇടാതെ ഞങ്ങൾക്ക് മാത്രം സ്പേസ് വേണം, അവർക്ക് മാത്രം. അത് ചിലപ്പോ ഈ ചില കസ്റ്റമേഴ്സിന് മുന്നേ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നാട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സാധനങ്ങൾ മിക്സ് ആയി പോവുകയോ സാധനങ്ങൾ മിസ്സായി പോവുകയോ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ചില കസ്റ്റമേഴ്സ് അങ്ങനെ പറയാറുണ്ട്, നമുക്ക് ഇൻഡിപെൻഡന്റ് ഷട്ടർ ആയിട്ട് വേണം എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അത് നോർമലി കോമൺ ഫെസിലിറ്റിനേക്കാൾ ചെറിയ ചാർജ് കൂടുതലായിരിക്കും, പക്ഷെ അത് സെക്യൂർ ആയിരിക്കുമല്ലോ. കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ വരാമല്ലോ. ഓഫ്കോഴ്സ്. പിന്നെ ഇവിടെ കളമശ്ശേരിയിൽ തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, 3 ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് ഇവിടെ വന്ന് 3 ഫെസിലിറ്റിയും കാണണമെങ്കിലും കാണാം. ഓൾവേസ് വെൽക്കം. അപ്പൊ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് നമുക്ക് ബ്രാഞ്ച്? ശരിക്കും നമുക്ക് കൊച്ചി, കാലിക്കറ്റ്, ബാംഗ്ലൂരാണ് നമുക്ക് നമ്മുടെ ഓൺ ബ്രാഞ്ച് ഉള്ളത്. ബാക്കിയുള്ളടത്ത് എല്ലാം നമുക്ക് എല്ലാ സിറ്റീസും ടൈപ്സ് ഉണ്ട്. കൊച്ചി, ഇവിടെ കേരളത്തിൽ എല്ലായിടത്തും. സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ നമുക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് വിശ്വസിച്ച് എത്തിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ലൊക്കേഷൻ എന്ന് പറയുന്നത് കളമശ്ശേരിയിൽ HMT കോളനിയിലാണ്. അതെ. അവിടെയാണ് ഇവരുടെ മെയിൻ ഓഫീസ് വരുന്നത്. അപ്പോൾ വിളിക്കാനുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആരും
മടിച്ചു വെക്കണ്ട, നിങ്ങൾക്ക് വീട്ടിൽ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് മാറാനാണെങ്കിലും ധൈര്യമായിട്ട് ഇവരെ വിളിക്കാം. രീതിയിലുള്ള മടിയും വിചാരിക്കേണ്ട, സേഫ് ആയിരിക്കും, 100% സേഫ് ആയിരിക്കും. ഇപ്പൊ ഞാനും റീസെന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്, ഇങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സേഫ് ആയിട്ടും പ്രൊഫഷണലായിട്ടും മൂവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഇപ്പോൾ 100 മീറ്റർ അപ്പുറത്തേക്കുള്ള വീട്ടിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള അപ്ലയൻസസ് എല്ലാം നമ്മൾ പ്ലാസ്റ്റിക് റാപ്പിംഗ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂവിങ് ആണെങ്കിൽ പോലും നമ്മൾ പ്ലാസ്റ്റിക് റാപ്പിംഗ് ചെയ്തിട്ടാണ് സാധനങ്ങൾ മാറ്റാറ്. അപ്ലയൻസസ് എല്ലാം നമ്മൾ റാപ്പിംഗ് ചെയ്യും. അത് നമ്മുടെ ഏറ്റവും ലീസ്റ്റ് പാക്കേജ് പോലും നമ്മൾ അത് ബേസിക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വരാവുന്ന കാര്യങ്ങൾ, ഈ ഫ്രിഡ്ജിലൊക്കെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അതെല്ലാം അതിൽ എലിമിനേറ്റ് ആവും. ബാക്കി സാധനങ്ങളെല്ലാം ഫ്രജൈൽ ആയിട്ടുള്ള സാധനങ്ങൾ, പൊട്ടുന്ന സാധനം, ക്രോക്കറീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ബബിൾ റാപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് പ്രൊഫഷണൽ സർവീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഇത്തരം സെലിബ്രിറ്റീസ് പോലും നമ്മള് സർവീസ് യൂസ് ചെയ്യാനുള്ള കാരണം. ചെയ്ത ആൾക്കാർ പറഞ്ഞു മറ്റൊരാൾ വർക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത്രയും സേഫ് ആയിട്ടും അത്രയും വൃത്തിക്ക് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ. ഇപ്പൊ ജയറാമേട്ടന്റെ ഒക്കെ മൂവിങ് നമ്മൾ ഏകദേശം ഒരു 4 തവണയോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇവിടെ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്ന ഒരു വില്ല നമ്മൾ ഒരു 2 തവണയായിട്ടാണ് നമ്മൾ ചെന്നൈയിലേക്ക് മൂവ് ചെയ്തത്. പിന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസ് ഉണ്ട്, അവിടെ നിന്നുള്ള സാധനങ്ങളും കുറെ നമ്മൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അവിടെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തവണ നമ്മൾ അവര് തന്നെ സർവീസ് യൂസ് ചെയ്ത ആൾക്കാർ തന്നെ പിന്നെ നമ്മൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിന്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ കൊടുക്കാമോ? പിന്നെ എന്താ നമുക്ക് സർവീസ് ഓഫീസ് ടൈം എത്ര മണി വരെ? ഇവിടെ ഓഫീസ് യൂഷ്വലി 9 to 5 ആണ്. ഓഫീസിൽ നമ്മുടെ വെയർ ഹൗസ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ 24 hours നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. അതിപ്പോ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് രാത്രിയിലാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പോ രാത്രിയോ രാവിലെയോ അങ്ങനെ ഇല്ല. നമ്മൾ 24 hours നമ്മുടെ സർവീസ് അവൈൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരക്ക് കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ട്രാഫിക് കൂടുതലുള്ള സ്ഥലങ്ങളാണ്, ചിലപ്പോൾ തിരക്ക് മാറിയിട്ട് ഇറക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചാണ് നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്. കസ്റ്റമറിന്റെ പ്രിഫറൻസ് അനുസരിച്ചാണ് നമ്മൾ ടൈം ചാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ കമന്റ് ആയിട്ട് ഇടാം. ഞങ്ങൾ ചോദിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ബൈ കൊടുത്തു. ബൈ ബ്രോ.